ഒരു നിമിഷം കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചുകൊണ്ട് വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 27 മുതലുള്ള തിരുവചനങ്ങൾ. എന്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിടത്ത് അടിക്കുന്നവനെ മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? കൊടുത്തെടുത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങളെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടെ നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഇരിക്കാം. ഈശോയിലെ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ദൈവകരുണയുടെ തിരുനാള് പുതുഞാറാഴ്ച ആഘോഷിക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ പരിശുദ്ധ പിതാവിന്റെ ദേഹവിയോഗം ഇന്നലെ നമ്മൾ അറിഞ്ഞത്. ഈ അവസരത്തിൽ നമുക്ക് പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ബലിയർപ്പിച്ചു, ഒപ്പീസ് ചൊല്ലി പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തന്നെ ഇന്ന് ബോധപൂർവ്വം ഞാൻ എടുക്കുക ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതലുള്ള തലക്കെട്ട് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ ക്രിസ്തുവിന്റെ ശിഷ്യന് ശിഷ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നും തിരുസഭയിൽ അംഗമായി ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വചനങ്ങളാണ് ഇന്ന് ഞാൻ വായിച്ചു കേട്ടത്, നമ്മൾ വായിച്ചു കേട്ടത്. നിങ്ങൾക്ക് ബൈബിൾ ഉണ്ടെങ്കിൽ എടുക്കാം. ശത്രുക്കളെ സ്നേഹിക്കുക നടക്കുന്ന കാര്യമാണോ? നമ്മൾ എത്ര പേരുടെ മുൻപിലെ മതിലുയർത്തി വെച്ചിട്ടുണ്ട്. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോ പലപ്പോഴും ഇതൊന്നും നമ്മുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളില്ല. അതൊക്കെ ഈശോയല്ലേ, അതൊക്കെ ഈശോയല്ലേ. ചിലർ പറഞ്ഞിട്ടുണ്ട് നമുക്കൊക്കെ അതിനോട് സാധിക്കുമോ? പ്രിയമുള്ളവരെ, മഹാത്മാഗാന്ധിക്ക് സാധിച്ചില്ലേ? ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുന്ന വചനം ഹൃദയത്തിൽ നിറഞ്ഞപ്പോ മഹാത്മാഗാന്ധി അത് ജീവിതത്തിൽ കാണിച്ചു തന്നില്ലേ? ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിന്റെ മറ്റൊരു പതിപ്പാ ഫ്രാൻസിസ് മാർപ്പാപ്പ. ഒരുപക്ഷെ ആഡംബരങ്ങളുടെ സൗഭാഗ്യങ്ങളുടെ നെറുകയിൽ ജീവിക്കാൻ സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും അതെല്ലാം വേണ്ടെന്ന് വെച്ചുകൊണ്ട് അർജന്റീനയിൽ ജനിച്ച് അവിടെയുള്ള ദാരിദ്ര്യ ജീവിതത്തിലെ അവിടുത്തെ പട്ടിണിയും അവിടുത്തെ പരിതാപങ്ങളും ഒക്കെ ജീവിതത്തെ തൊട്ടപ്പോൾ അവിടുന്ന് മെത്രാനായപ്പോഴും മെത്രാൻ വസിക്കുന്ന വസതി മാറ്റിവെച്ചുകൊണ്ട് അവിടെ സാധാരണക്കാർക്ക് താമസിക്കുന്ന ഒരു ഫ്ളാറ്റിലെ തെരഞ്ഞെടുത്തുകൊണ്ട് മെത്രാനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നതിനിടയിലല്ലേ മാർപ്പാപ്പയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതും. ഞാനും നിങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞതാ. വത്തിക്കാന്റെ മാർപ്പാപ്പയുടെ ഔദ്യോഗികമായ കൊട്ടാരം വേണ്ടെന്ന് വെച്ചുകൊണ്ട് തൊട്ടപ്പുറത്തുള്ള ഒരു ഫ്ളാറ്റിലെ സാധാരണക്കാരോടൊപ്പം ജീവനക്കാരോടൊപ്പം ജീവിച്ച് ഇന്നലെ ഈ ലോകത്തോട് വിട പറഞ്ഞ കരുണയുടെ മൂർത്തിഭാവം എന്നൊക്കെ ഞാനും നിങ്ങളൊക്കെ തൊട്ടറിഞ്ഞ നമ്മുടെ ജീവിത കാലഘട്ടത്തിലെ അനുഭവിച്ചറിഞ്ഞ ഒരു പാപ്പായുടെ വിയോഗത്തിന് നടുവിലല്ലേ നമ്മള് ഇന്ന് തമ്പുരാന്റെ കരുണയെ കുറിച്ച് കേൾക്കുന്നത്. പ്രിയമുള്ളവരെ, ശരിയാ, ദൈവ കരുണയെ കുറിച്ചൊക്കെ പറയുമ്പോ അത് ജീവിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുമുണ്ടോ എന്ന് നമ്മൾ തിരയാറുണ്ട്. ഇന്നിപ്പോ ദൈവകരുണയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം അത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. സ്വന്തം വിശ്വാസത്തിൽ ആഴപ്പെട്ടപ്പോഴും യേശു വിശ്വാസത്തിൽ ആഴപ്പെട്ടപ്പോഴും മറ്റു വിശ്വാസങ്ങളെ ചേർത്ത് പിടിക്കാനും മറ്റു മതസ്ഥരെയും എല്ലാ മനുഷ്യരെയും മനുഷ്യനായി കാണാനും പറ്റുന്നിടത്ത സ്നേഹമുള്ളവരെ കരുണ എന്ന് പറയുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കുക,
എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത്? ഈ ദൈവത്തിന്റെ ആലയത്തിലെ പരമപരിശുദ്ധന് മുൻപിലെ ഞാൻ നിങ്ങളും എന്ത് യോഗ്യതയോടുകൂടി ഇരിക്കുന്നത്? പ്രിയമുള്ളവരെ, അർഹിക്കാത്തത് ലഭിക്കുന്നതിനെയാണ് കരുണ എന്ന് പറയുക. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അർഹിക്കാത്തത് ലഭിക്കുന്നതിനെയാണ് കരുണ എന്ന് പറയുക. അതുകൊണ്ട് തന്നെയാണ് ബൈബിളിൽ ഉടനീളം കർത്താവിന്റെ കരുണയെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമത്തിലേക്ക് പോകുവാണെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായത്തിലെ അവിടെ അബ്രഹാം ദൈവപിതാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 10 നീതിമാന്മാരുണ്ടെങ്കിലേ നീ നഗരം നശിപ്പിക്കോ? ദൈവം എന്താ പറഞ്ഞത്? 10 നീതിമാന്മാരെ പ്രതി ഞാൻ ഈ നഗരത്തോട് കരുണ കാണിക്കും. പക്ഷെ 10 നീതിമാന്മാരെ പോലും ഒന്നുപോലും ഇല്ലായിരുന്നു. പ്രിയമുള്ളവരെ, വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായത്തിലെ ലോത്തിന്റെ കുടുംബം, ലോത്തിനെ കുറിച്ച് വചനം പറയാം. അവൻ നീതിമാനായിരുന്നു. ആ നഗരം നശിപ്പിക്കാനായിട്ട് ദൈവം തീരുമാനമെടുക്കുകയും അവിടെ ലോത്തിനെ മാറ്റാൻ പറഞ്ഞപ്പോ ലോത്ത് തന്റെ സ്വന്തം നാട് നഗരം വിട്ടുപോകാൻ വിസമ്മതിച്ചു. പക്ഷെ ദൈവദൂതന്മാര് വന്ന് ലോത്തിനെ അവിടെ നിന്ന് മാറ്റുവോളം കർത്താവ് കാത്തിരിക്കുകയാണ്. ആ നീതിമാനെ കൊല്ലാതിരിക്കാൻ കർത്താവ് കരുണയോടുകൂടി ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ലോത്ത് ആ നഗരം വിട്ടപ്പോഴാണ് സോദോം ഗൊമോറ സ്വർഗത്തിൽ അഗ്നി ഇറക്കി അതിനെ നാമാവശേഷമാക്കിയത്. പ്രിയമുള്ളവരെ, കരുണയുടെ ചിത്രം പഴയ നിയമത്തിൽ നിന്ന് തുടങ്ങിയത് അത് പൂർത്തീകരിക്കുന്നത് ഈശോയിലാണ്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണം. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോ സ്നേഹമുള്ളവരെ, നമ്മൾ ഓർക്കുക, നമുക്കറിയാം ഇതെങ്ങനെയാണ് കരുണയുടെ തിരുനാള് സഭയിലേക്ക് വന്നത്. ഫൗസ്റ്റീന എന്ന് പറഞ്ഞ വിശുദ്ധനെ അറിയാലോ അല്ലെ? ഫൗസ്റ്റീന വെറും 33 വർഷം ജീവിച്ച് തീർത്ത ഒരു സാധാരണക്കാരി. ദാരിദ്ര്യത്തിന് നടുവിലെ പഠിക്കാനൊക്കെ ആദ്യം പോയെങ്കിലും അതിന്റെ അവസാനത്തില് അപ്പനെ സഹായിക്കണം, കാരണം ഉടുപ്പ് വാങ്ങിക്കാൻ പോലും വകയില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ ദാരിദ്ര്യത്തിൽ അവൾ ജോലിക്കിറങ്ങിയതാ. അങ്ങനെ അപ്പനെ സഹായിക്കാൻ ജോലി ചെയ്തു. 12-ാമത്തെ വയസ്സിലെ അവളിതാ ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹം മഠത്തിൽ ചേരണം. എങ്കിലും എല്ലാവരും എതിരായിട്ട് മുൻപിലേക്ക് വന്നപ്പോ അവൾ അത് ഉപേക്ഷിച്ചു. അങ്ങനെ അവൾ കൂട്ടുകാരിയോടുത്ത് ഡാൻസ് കളിക്കാൻ പോകുന്ന ഒരു സമയത്ത് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരു ദൈവിക അനുഭവം. ഉടനെ ചോദിക്കുന്നുണ്ട്, നീ എത്ര നാൾ എന്നെ മാറ്റി നിർത്തും? ഈശോ ഇവിടെ നോക്കി പറ, നീ എത്ര നാൾ എന്നെ മാറ്റി നിർത്തും? ഞാൻ എത്ര നാൾ നിന്നോട് ക്ഷമിക്കും? പ്രിയമുള്ളവരെ, ആ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ദൈവിക അനുഭവത്തിലെ അവൾ ഒരു നിമിഷം നിശ്ചലയായി. അതിന്റെ അവസാനത്തിലെ അവൾ വീട്ടിലേക്ക് വന്നു. അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് മഠത്തിൽ ചേരണം. ഉടനെ അമ്മ തടസ്സം പറഞ്ഞൊന്നുമില്ല. പക്ഷേ വീണ്ടും ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നതിനിടയിലെ അവൾക്ക് മനസ്സിലായി ചുറ്റുപാടുള്ളവർ പ്രതിസന്ധി ഉയർത്തുമ്പോഴും അവൾ പിന്നെ ഒരു ദിവസം വീട് വിട്ടിറങ്ങുക. ഒരു ജോഡി ഡ്രസ്സ് എടുത്തുകൊണ്ട് വീട് വിട്ടിറങ്ങി. അമ്മാവനോട് മാത്രം പറഞ്ഞു, ബാക്കി ആരോടും പറഞ്ഞില്ല. അവസാനം ഒരു പള്ളിയിൽ എത്തിച്ചേർന്നു. അവിടുത്തെ അച്ഛനോട് ചോദിച്ചു, എനിക്ക് മഠത്തിൽ ചേരണം. ഇവളെപ്പോഴും ഈശോയുടെ ആത്മപരിശോധന ചെയ്യും. ഈ മഠത്തിൽ ചേരണം എന്ന് ചോദിക്കുമ്പോൾ ഈശോ അവൾക്ക് ദർശനം കൊടുത്തു, ഇന്ന ദേവാലയത്തിൽ പോ, അവിടുത്തെ വികാരിയച്ഛനെ കാണ്. അവിടെ എത്തി വികാരിച്ചനോട് ചോദിച്ചു പറഞ്ഞു, ഒരു സ്ത്രീയുടെ പേര് കാണിച്ചു കൊടുത്തിട്ട് അവിടെ പോ, മഠത്തിൽ ചേരുന്നത് വരെ ആ സ്ത്രീയുടെ കൂടെ ഒന്ന് ജോലി ചെയ്ത് നിനക്ക് സമ്പാദിക്കാം. അന്ന് കാലഘട്ടത്തിലെ മഠത്തിൽ ചേരണമെങ്കിൽ ചെറിയൊരു തുകയൊക്കെ കൊടുക്കണം. അങ്ങനെ ജോലി ചെയ്തു. അവസാനം മഠങ്ങളായ മഠങ്ങൾ മുഴുവൻ കയറി ഇറങ്ങി. അവസാനം അവിടെയൊക്കെ വാതിൽ കൊട്ടിയടഞ്ഞു. അവസാനം കരുണയുടെ മാതാവിന്റെ മഠത്തിലെ അവൾ എത്തിച്ചേർന്നു. ഉടനെ മദറെ വിളിച്ചു. മദർ പറഞ്ഞു, ഇവള് പറഞ്ഞു മദറോട്, എനിക്ക് ഇവിടെ ചേരണം, മഠത്തിൽ ചേരണം. ഉടനെ മദർ പറഞ്ഞൊരു കാര്യമുണ്ട്, മോളെ നീ ആദ്യം ഈശോയോട് പോയി ചോദിക്കേ. അങ്ങനെ അവിടുത്തെ ചാപ്പലിൽ പോയി ഈശോയോട് ചോദിച്ചപ്പോ ഈശോ പറഞ്ഞു, ഞാൻ നിന്നെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഉടനെ അവൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മദറോട് പറഞ്ഞു. മദർ ചോദിച്ചു, എന്നാ ഈശോ പറയുന്നു? ഉടനെ അവൾ പറഞ്ഞു, ഈശോ എന്നെ സ്വീകരിച്ചു. ഉടനെ മദർ പറഞ്ഞു, ഈശോ എന്നെ സ്വീകരിച്ചെങ്കിൽ ഞാനും നിന്നെ മഠത്തിലേക്ക് സ്വീകരിക്കുന്നു. എന്നവർക്ക് പറഞ്ഞു, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെറുപ്രായത്തിൽ തന്നെ ഈശോയോടൊരു ആഭിമുഖ്യത്തിൽ നിന്നുകൊണ്ട് അവൾ ഈശോയുമായിട്ട് സംഭാഷണം നടത്തുക. ദൈവം അല്ലെങ്കിൽ ഈശോ പറഞ്ഞ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുക. കഷ്ടാനുഭവങ്ങൾ ചുറ്റുപാടുണ്ട്, എതിരഭിപ്രായങ്ങൾ ഒരുപാടുണ്ട്. അവിടെയൊക്കെ ഈശോ എന്തു പറയുന്നു അത് മാത്രം എനിക്ക് മതി. അവർക്ക് പറഞ്ഞു, ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും ഈശോ നമ്മോടും സംസാരിക്കാറുണ്ട്, നമ്മുടെ മാതാപിതാക്കളിലൂടെ,
ജീവിത പങ്കാളിയിലൂടെ, സഭാധികാരികളിലൂടെ, വികാരിയച്ഛനിലൂടെ, ആത്മീയ പിതാവിനിലൂടെ, ഒരുപക്ഷെ സുഹൃത്തിലൂടെ ഈശോ സംസാരിക്കുമ്പോ നമ്മൾ അതിന് എത്രമാത്രം വില കൊടുക്കാറുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് അങ്ങനെ നമ്മളൊരു ആത്മപരിശോധന ഫൗസ്റ്റനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളും ചിന്തിക്കുക, എന്റെ ജീവിതത്തിലും ഈശോ ഇടപെടുന്ന എത്രയോ സമയം ഉണ്ടായിട്ടുണ്ട്. അത് വേണ്ടെന്ന് മനസാക്ഷിയിൽ ഒരു സ്വരം കേൾക്കുമ്പോ നമ്മളത് വേണ്ടെന്ന് തീരുമാനിക്കാൻ തയ്യാറായിട്ടുണ്ടോ? അങ്ങനെ ആ മഠത്തിൽ ചേരുക, വീണ്ടും മഠത്തിൽ ചേർന്നു. അവൾക്ക് ദുരിതങ്ങൾ തന്നെയാണ്, ഒരു സന്തോഷവും ഇല്ല. ദൈവം തെരഞ്ഞെടുക്കുമ്പോ സഹനാനുഭവങ്ങൾ കൂടപ്പിറപ്പാ പ്രിയമുള്ളവരെ. അങ്ങനെ ഈശോ അവളെ ഒരുക്കി അതിന്റെ അവസാനത്തിലെ രോഗങ്ങളും വേദനകളും ഒക്കെ വരുമ്പോഴും, അവിടെ സഹപാഠികൾ അവൾക്കെതിരെ തിരിയുമ്പോഴും അവൾ അതിലൊന്നും പതറാതെ ഈശോയിൽ ആശ്രയിച്ചു. അങ്ങനെയാണ് അവൾ കരുണയുടെ അപ്പസ്തോല എന്ന തലത്തിലേക്ക് ഈശോ അവളെ കൈപ്പിടിച്ച് നടത്തുന്നു. ഒന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, നമുക്കും നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പുണ്യമാ കരുണ. അർഹതയില്ലാത്തത് എനിക്ക് എന്തിനാണ് സ്നേഹമുള്ളവരെ ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത്? എന്തിനാണ്? നമുക്ക് ഉദാഹരണത്തിന് എടുക്കാം. 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത്. 1, റോമക്കാർക്ക് എഴുതിയ ലേഖനം 2:4 എടുത്ത് വായിച്ചേ. എന്തിനാണ് ദൈവം എന്നോട് നിങ്ങളോടും കരുണ കാണിക്കുന്നത്? 2 കാര്യങ്ങൾക്ക് വേണ്ടി. മനുഷ്യകുലത്തോട് ദൈവം കരുണ കാണിക്കുന്നതിന് 2 കാരണങ്ങൾ. 1, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കാനാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ കരുണയുടെ 1ാമത്തെ ലക്ഷ്യം എന്താ? എന്നെയും നിങ്ങളെയും അനുതാപത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ദൈവ കരുണയുടെ 1ാമത്തെ ലക്ഷ്യം. എന്നവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. 2ാമത്തെ ലക്ഷ്യം, ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത്, ദൈവത്തിന്റെ കരുണ നാം മറ്റുള്ളവരോട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ദൈവം എന്നോട് കരുണ കാണിക്കുമ്പോ ഞാൻ എന്റെ സഹോദരങ്ങളോടും കരുണ കാണിക്കാൻ കടപ്പെട്ടവനാണ്. അപ്പൊ 2 കാര്യങ്ങൾക്കാണ് ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത്. 1, എന്തിനാ? ഉറക്കെ പറയേ. എന്നെ അനുതാപത്തിലേക്ക്. പ്രിയമുള്ളവരെ, എന്ത് യോഗ്യതയുണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ? എത്രയോ കൊടും പാപം ചെയ്തു. ഓരോ പ്രാവശ്യവും അനുവദിച്ച് പാപം നീ ഏറ്റുപറയുമ്പോ ഈശോ കരുണ കാണിക്കുന്നില്ലേ? എന്ത് യോഗ്യതയുണ്ട് നമുക്ക്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കാനാ ഈശോ കരുണ നൽകുന്നത്, കരുണ ചൊരിയുന്നത്. 2, ഞാൻ നിന്നോട് കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ കൊടിയ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നീ എന്ത് വേണം? നിന്നോട് എതിര് നിൽക്കുന്നവരോടും കരുണ കാണിക്കാൻ തയ്യാറാകണം. പറഞ്ഞു ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതലുള്ള തിരുവചനങ്ങളിലെ നിർദ്ദയനായൊരു ഭൃത്യന്റെ ഉപമയുണ്ട്, അല്ലെ? യജമാനൻ കരുണ കാണിക്കുന്നു, പക്ഷെ ഭൃത്യൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട് തന്റെ സഹസേവനെ കഴുത്തി പിടിക്കുന്ന ഒരു രംഗമുണ്ട്, ഇല്ലേ? യെസ് ഓർ നോ? വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതല്. ബൈബിളൊന്നും ഇല്ല ഇപ്പൊ. തെറ്റ് ചെയ്യുന്ന സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? 7-70 എന്ന് വെച്ചാൽ പരിധിയില്ലാതെ നിനക്ക് ക്ഷമിക്കാൻ പറ്റണം. ഉള്ളിനുള്ളിലെ മനുഷ്യൻ എന്ന് കണ്ട് കരുണയും ദയയും സ്നേഹവും ഉണ്ടെങ്കിലാണ് പരിധിയില്ലാതെ ക്ഷമിക്കാൻ പറ്റുള്ളൂ. പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും വചനം മുന്നോട്ട് പോകുമ്പോ നമുക്ക് അവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പതിനായിരം താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ 10,000 താലന്ത് വീട്ടാൻ കടപ്പെട്ടിരിക്കുന്നവനെ അത് വീട്ടാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് അവനെയും കുടുംബത്തെയും തുറങ്കിൽ അടയ്ക്കാൻ അവിടെ രാജാവ് വിധി എഴുതുക. വായിക്കാം. പ്രിയമുള്ളവരെ, വചനം വായിക്കുമ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരിക്കുന്നവൻ എരന്നപേക്ഷിക്കുക.
എന്നോട് കരുണ തോന്നണം, സമയം നീട്ടിത്തരണം. അവിടെ രാജാവ് കരുണ കാണിക്കുക, അത് അളച്ചു കൊടുത്തു. എന്നിട്ട് അവൻ രാജാവിന്റെ മുന്നിൽ പുറത്തിറങ്ങുമ്പോ ഇതാ അവന്റെ കീഴിൽ ജോലി ചെയ്ത ഒരുവനെ നിസ്സാരമായ താലന്ത് കടപ്പെട്ടിരിക്കുമ്പോ അവൻ ഈ ദാസനെ പിടിച്ച് തുറങ്കലടക്കുക. ഇതറിഞ്ഞ് യജമാനൻ, രാജാവ് ഇതറിഞ്ഞ് ഈ ഭൃത്തിനെ വിളിപ്പിച്ച് ഇനി അവസാന ചില്ലിക്കാശും കൊടുത്തു വീട്ടുന്നത് വരെ നീ തുറങ്കിലടയ്ക്കാനായിട്ട് വിധി പ്രസ്താവിക്കുക. പ്രിയമുള്ളവരെ, നമുക്ക് തമ്പുരാൻ കരുണ നൽകിയിട്ടുണ്ടെങ്കിൽ, ആ കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മള് നമ്മുടെ സഹോദരങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറാകണം. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അർഹതയില്ലാത്തത് ലഭിക്കുന്നതിനെയാണ് കരുണ എന്ന് പറയുക. ഒരു യോഗ്യതയില്ലാത്ത പാപിയാണ്. നമുക്ക് ഫൗസ്ത്യനയുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിച്ചു വരാം. 33 വർഷം ഉണ്ടായിരുന്നുള്ളൂ, വെറും നിസ്സാരമായ വർഷങ്ങൾ. കർത്താവിന്റെ വയസ്സിന് കണക്കെയാണ് അവളുടെ ജീവിതമായിരുന്നത്. ഇങ്ങനെയാണ് അവളുടെ ജീവചരിത്രത്തില്. ഗവൺമെന്റ് അധികാരികൾക്ക് അവളെ എപ്പോ വേണമെങ്കിലും മാറ്റാം, ഏത് സമയത്ത് വേണമെങ്കിലും മാറ്റാം, ഏത് ജോലി വേണമെങ്കിലും ഏൽപ്പിക്കാം. ഒരു പരാതിയില്ലാതെ, പരിഭവമില്ലാതെ, ഒരു പ്രശ്നവും സൃഷ്ടിക്കാതെ അവള് അത് ഏറ്റെടുത്തിരുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാ? ആ ദൈവസ്നേഹത്തിൽ അവളായിരുന്നത് കൊണ്ട്. പ്രിയമുള്ളവരെ, ഈ ദൈവസ്നേഹത്തിലായിരിക്കുന്നവർക്കാണ് കരുണ കാണിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെയൊക്കെ അവസ്ഥ, നമ്മൾ പള്ളിയിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, പുറത്തിറങ്ങിയാൽ നമ്മുടെ മനോഭാവം എന്നതാ? ചിന്തിച്ചു നോക്കണം സ്നേഹമുള്ളവരെ. വ്യക്തിപരമായിട്ട് നമ്മളൊക്കെ കരുണയ്ക്ക് പാത്രീഭൂതരായിട്ടുണ്ടെങ്കിൽ ആ കരുണ കാണിക്കാൻ ഞാൻ എത്രമാത്രം തിടുക്കം കാട്ടുന്നുണ്ട്. ഒരുപക്ഷെ എന്റെ ആശയങ്ങൾക്ക് എതിര് നിൽക്കുന്നവരുടെ മുൻപില്, ഒരുപക്ഷെ എന്റെ അയൽപ്പക്കാരുടെ മുമ്പില്, എന്നെ ഒന്ന് എതിർത്തവരുടെ മുൻപില് ഞാൻ ക്ഷമിക്കാറുണ്ടോ? ഞാൻ പൊറുക്കാറുണ്ടോ? അതോ വിട്ടുകൊടുക്കാതെ തിരിച്ചടിക്കാനുള്ള പരിശ്രമത്തിലാണോ ഞാൻ പദ്ധതികൾ മെനയുന്നത്? പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ഈശോയുടെ ഒരു ആഗ്രഹമാണ്, കുരിശിൽ കിടന്നുകൊണ്ട് അവൻ മരിച്ചത് നമുക്കും വേണ്ടിയാണ്. ഈ വെള്ളിയാഴ്ച പിന്നിട്ട് ഈസ്റ്ററിന്റെ പിറ്റേന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടി ധ്യാനിക്കുക. ഈശോ എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയാ കരുണ കാണിച്ച് കുരിശിലേറിയത്. എന്നിട്ട് ഈശോയ്ക്ക് അത് പോരാഞ്ഞെന്ന് തോന്നി. ഫൗസ്ത്യനോട് ഈശോ പറയുന്നുണ്ട്, എന്റെ കരുണയുടെ തിരുനാള് നീ സാഘോഷം ഒന്ന് കൊണ്ടാടിക്കോളോ. ആ തിരുനാൾ എന്നാണെന്നറിയോ? എന്നാ അടുത്ത ഞായറാഴ്ച. എന്റെ കരുണയുടെ തിരുനാൾ സാഘോഷം നീ കൊണ്ടാടണം. എന്റെ കരുണ ഒഴുക്കുന്ന അവസാനത്തെ ചാൻസ് ആണ് കരുണയുടെ തിരുനാള്. നമുക്ക് ഈ അവസാനത്തെ ചാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചാടി വീഴും. മലയാളി അങ്ങനെയാണ് അല്ലെ? കരുണയുടെ ജപമാല ചൊല്ലിയാൽ എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തുടങ്ങും. നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഈ നക്കാപ്പിച്ച സമ്മാനങ്ങള്, നിത്യതയിലേക്ക് അടുപ്പിക്കുന്ന പുണ്യങ്ങളൊന്നും ആർക്കും വേണ്ട. കരുണയുടെ നൊവേന ചൊല്ലിയാൽ എന്ത് കാര്യം സാധിച്ചു കിട്ടും. അങ്ങടെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് നൽകാം, നിങ്ങൾ ചെല്ലാൻ തുടങ്ങും ഇപ്പൊ തന്നെ. നമുക്ക് ഈ നക്കാപ്പിച്ച സമ്മാനങ്ങളിൽ കുടുങ്ങിക്കിടന്നുകൊണ്ട് അതിനുവേണ്ടി എന്തൊക്കെ പ്രാർത്ഥനകളും യാചനകളും നടത്താമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോ ഈശോ ആഗ്രഹിക്കുന്നത് ഈ കരുണയോടെ ഈ ആത്മാവിനെ നേടിയാൽ, നിത്യതയിലേക്ക് നേടിയാൽ, അല്ലെ, എന്റെ നിങ്ങളുടെ ആത്മാവിനെ നേടാൻ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ എന്താ പറയുന്നത്? എനിക്ക് ദാഹിക്കുന്നു. അല്ലെ, എന്ത് ദാഹ? വിനാഗിരിക്ക് വേണ്ടിയായിരുന്നു? ദാഹജലത്തിന് വേണ്ടിയായിരുന്നു? ആരുടെ ആത്മാക്കൾക്ക്? ഇവിടെ ആത്മാക്കളില്ല. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞത് എനിക്ക് ദാഹി എന്ന് പറഞ്ഞാൽ എന്നോടാ, എന്റെ ആത്മാവിന് വേണ്ടിയാ, എന്റെ തിരിച്ചുവരവിന് വേണ്ടിയാ, എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാ. അതും പോരാഞ്ഞിട്ട് ഈശോ ഫൗസ്ത്യനോട് പറയാ, ഈ കരുണയുടെ തിരുനാൾ നീ ഒരുങ്ങ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കേ, കരുണയുടെ മണിക്കൂർ നീ ആഘോഷിക്കേ. നിങ്ങൾ എത്ര പേര്, എന്നൊന്ന് ചോദിക്കട്ടെ, എത്ര പേര് 3 മണി സമയത്ത് കർത്താവിന്റെ കരുണയുടെ പ്രാർത്ഥന ചൊല്ലും? ഒന്ന് കൈവയ്ക്കേ. എത്ര പേര്? അതായത് ഈശോ പഠിപ്പിച്ചതാ. അസാധ്യ കാര്യങ്ങൾ നേടാനായിട്ട് ഒരുപാട് നൊവേന ചൊല്ലിക്കൂട്ടും. നിങ്ങളൊന്ന് സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ, ഈ കരുണയുടെ തിരുനാൾ ഒരുക്കുമ്പോ നമ്മൾ ജീവിതത്തിൽ ഞാൻ എന്റെ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ മൊബൈൽ ടെക്നോളജി ഒക്കെ നല്ലതാ. 2:59 എന്നൊരു സമയം ഉണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് അത് അല്ലെങ്കിൽ ഒരു കരുണയുടെ പാട്ട് അതിൽ വരും. ഞാൻ യാത്രയിലാണെങ്കിലും, ഞാൻ ഉറങ്ങുമ്പോഴാണെങ്കിലും, ഞാൻ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഈ മൊബൈൽ എന്റെ കൂടെ ഉണ്ടെങ്കിൽ 2:59 എനിക്ക് ഓർമ്മപ്പെടുത്തല. എന്താണ്? കരുണയുടെ മണിക്കൂർ. ഈശോ പറയണേ, നീ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഉച്ച കഴിഞ്ഞ് 3 മണി സമയം എന്റെ സ്വർഗത്തിന്റെ കവാടം തുറക്കുന്ന സമയ, കർത്താവിന്റെ കരുണ ഒഴുക്കുന്ന സമയ. ആ സമയം നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്? കർത്താവിന്റെ പീഡാനുഭവം ഒന്ന് ധ്യാനിക്കുക.
പറ്റുമെങ്കിൽ ദേവാലയത്തിൽ പോകുക. ഇനി ദേവാലയത്തിൽ പോകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിലായിരിക്കുക. ഒരു നിമിഷം നിങ്ങളുടെ വർക്കൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. ജസ്റ്റ് കൈകൂപ്പി ആ കർത്താവിന്റെ പീഡാനുഭവം കാൽവരിയൊക്കെ ഒന്ന് ധ്യാനിക്കുക. അതിനുശേഷം നമുക്ക് പാപികളായ, നമുക്കറിയാലോ കുറെ പേര് നമ്മുടെ ഇടവകയിൽ തന്നെ, നമ്മുടെ കുടുംബത്തിൽ തന്നെ ദൈവമായിട്ട് ബന്ധമില്ലാത്തവർ, വിശ്വാസത്തിൽ അകന്നുപോയവർ, അവരെയൊക്കെ ഒന്ന് ഓർക്കുക. ഒപ്പം ഏതൊക്കെ കുടുംബത്തിന് ഏതൊക്കെ വ്യക്തികൾക്ക് കരുണ വേണം അവരൊക്കെ ഒന്ന് ഒരു നിമിഷം ഓർക്കുക. എന്നിട്ട് ഈശോയ്ക്ക് ഈശോയെ നിന്റെ കരുണ കടലിലേക്ക് ഞാനിതാ സമർപ്പിക്കുന്നു പറഞ്ഞ് ഈശോ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. കൊച്ചു പ്രാർത്ഥന. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ ഓ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. 3 പ്രാവശ്യം. എത്ര നേരമാണ് സ്നേഹമുള്ളവരെ? 2:59 ഒരുക്കം തുടങ്ങട്ടെ. അത് നിങ്ങൾ യാത്ര ചെയ്യാം ബസ്സിൽ, ആരും കേൾക്കണ്ട, മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുക. ആ പാട്ട് വന്നാൽ പിന്നെ ഓഫ് ചെയ്തോ. നിങ്ങൾ അലർട്ടാകുക. നമുക്ക് എത്രയോ പേർക്ക് കരുണ വാങ്ങിച്ചു കൊടുക്കാന്നറിയോ? എത്രയോ വലിയ സുവിശേഷ വേലയാണെന്നറിയോ? ഇതുപോലെ ഘോരം ഘോരം പ്രഘോഷിക്കുന്നു വേണ്ട, നാട് നാളെ ചുറ്റി നടക്കുന്നു വേണ്ട. വിശ്വ കൊച്ചു ത്രേസ്യ സ്വന്തം സഹനാനുഭവങ്ങള് അവരന് വേണ്ടി കാഴ്ചവെച്ചപ്പോ എത്രയോ മാനസാന്തരങ്ങൾ സംഭവിച്ചെന്നറിയോ? നമുക്ക് ഈശോ പഠിപ്പിച്ച് കൊച്ചു പ്രാർത്ഥന ചെയ്യാൻ പറ്റില്ലേ? പറ്റുമോ? അപ്പോ അടുത്ത പ്രാവശ്യം ഇതുപോലെ നിങ്ങൾ വരുമ്പോ, ഞാൻ വചന പ്രഭാഷണത്തിന് വരുമ്പോ ഞാൻ വീണ്ടും ചോദിക്കുമ്പോ നിങ്ങൾ എല്ലാവരും കൈപ്പൊക്കുമോ? പ്രിയമുള്ളവരെ, ഹംബിൾ റിക്വസ്റ്റ്, എല്ലാ ദിവസവും 3 മണി എന്നൊരു സമയം ആ ഒരു കൊച്ചു പ്രാർത്ഥന ബൈ ഹാർട്ട് പഠിച്ചോടെ. എത്രയോ ആത്മാക്കളെ നമുക്ക് രക്ഷപ്പെടുത്താന്നറിയോ? എത്രയോ ആത്മാക്കളെ. നിങ്ങൾ ചിലപ്പോൾ വിശ്രമിക്കാവോ, പെട്ടെന്ന് 2:59 പലരും ചോദിക്കാറുണ്ട്, അച്ഛാ കോളല്ല, ഇത് ഈശോയുടെ കരുണയുടെ മണിക്കൂറാ. അതൊരു സാക്ഷ്യമല്ലേ, അതൊരു പ്രഘോഷണല്ലേ? 2:59 കരുണയുടെ മണിക്കൂറാ. ചിലർ ചോദിച്ചിട്ടുണ്ട് കരുണയുടെ മണി, അച്ഛേ 3 മണി സമയം കരുണയുടെ മണിക്കൂർ എന്നെ ഓർമ്മപ്പെടുത്തിയതാ, അപ്പൊ അതിനെ കുറിച്ച് വിശദീകരിക്കും. അത് വചനപ്രഘോഷണല്ലേ? ഒരു ഗ്രൂപ്പിന് മുമ്പിലൊന്നല്ല, നമുക്ക് ചെയ്യാവുന്ന എത്രയോ കാര്യമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ കർത്താവിന്റെ കരുണ എത്ര നാൾ വരെ ഉണ്ട്? പറയ്, കർത്താവിന്റെ കരുണ എത്ര നാൾ വരെ ഉണ്ട്? നമ്മുടെ മരണം വരെയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ കർത്താവിന്റെ നീതിയാ. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നിടത്ത് കൃപ കൂടുതലേ നമ്മിലേക്ക് കിട്ടാൻ തുടങ്ങുക. അച്ഛൻ്റെ കാലഘട്ടത്തിന് അനുഭവം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നിടത്ത് കൃപ കിട്ടാൻ തുടങ്ങുന്നത് നമുക്ക് വേണ്ടിയാ, നമുക്ക് തന്നെയാ. ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം. ജോബ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ജോബിന് നഷ്ടപ്പെട്ടതൊക്കെ ഇരട്ടിയായിട്ട് കിട്ടിയെന്ന വചനം. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ഓരോ ദിവസം ഒന്ന് സമർപ്പിച്ചേ. നമ്മൾ പോലും അറിയാതെ എത്ര പേര് മാനസാന്തരപ്പെടും. നമുക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ കരുണയുടെ മണിക്കൂർ ഏതാ സമയം? ഇനി അതിനെ പലരും മാറ്റിമറിച്ചിട്ടുണ്ട്. ചിലർ പുലർച്ചെ 3 മണി ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ കരുണയുടെ പ്രാർത്ഥന 33 പ്രാവശ്യം ആക്കിയിട്ടുണ്ട്. ഇതൊന്നും വേണ്ട. കർത്താവ് പറഞ്ഞതിൽ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ? കർത്താവ് പറഞ്ഞ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. ഉച്ചതിരിഞ്ഞുള്ള 3 മണി. ഇപ്പൊ നിങ്ങൾ ഗൾഫിലാണെങ്കിൽ അവിടുത്തെ 3 മണി, നിങ്ങൾ അമേരിക്കയിലാണെങ്കിൽ അവിടുത്തെ ഉച്ച കഴിഞ്ഞുള്ള 3 മണി, നിങ്ങൾ ഏത് രാജ്യത്താണോ ആ ടൈം സോണിലെ ഉച്ച കഴിഞ്ഞുള്ള 3 മണിക്ക് നിങ്ങൾ ഒരു നിമിഷം കർത്താവിന്റെ പീഡാനുഭവം ധ്യാനിച്ച് ഈ പ്രാർത്ഥന 3 പ്രാവശ്യം ചൊല്ലി നിങ്ങൾക്ക് ആവശ്യമുള്ള കരുണ ആവശ്യമുള്ള വ്യക്തികളെയും കുടുംബങ്ങളെയും നിങ്ങൾ കർത്താവിന് കൊടുത്തോ. അവിടെ കർത്താവിന്റെ കരുണ കൊടുക്കുക. ഈശോയുടെ വാഗ്ദാനം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർക്ക് കരുണ കിട്ടിയെന്ന് നമുക്ക് അറിയണമെന്നില്ല, നമുക്ക് പോലും അറിയില്ല. പക്ഷെ കരുണ കിട്ടുന്നുണ്ട്. എന്നവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. 2, ഈശോ പറഞ്ഞ മറ്റൊരു വഴിയാണ് കരുണയുടെ ജപമാല. എത്ര പേര് ചൊല്ലാറുണ്ട്? അതിനെ കുറച്ച് പേര് അധികം ചൊല്ലാറുണ്ട്. ജപമാല കട്ട് ചെയ്താലും കരുണയുടെ ജപമാല ചൊല്ലും. ചിലർ ചോദിച്ചാ ജപമാല വേണ്ട, കരുണയുടെ ജപമാല എന്ന് ചൊല്ലിയാലോ? ടൈം വൈകിപ്പോയി കുടുംബ പ്രാർത്ഥനയ്ക്ക്. കാരണം ഇത് ചൊല്ലാൻ എളുപ്പമാണ്. ഇനി അത് ചെല്ലുമ്പോഴും പ്രത്യേകതയുണ്ട്. കർത്താവിന്റെ പീഡാനുഭവം ധ്യാനിച്ചിട്ട് അത് ചൊല്ലുന്നവർന്ന് കൈവയ്ക്കുക. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവനുമേ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഇതൊക്കെ ചെല്ലാൻ എനിക്കും നിങ്ങൾക്കൊക്കെ പറ്റും. കർത്താവിന്റെ പീഡാനുഭവം ധ്യാനിച്ച് മനസ്സിൽ കണ്ടുകൊണ്ട് ആ പ്രാർത്ഥന ചെല്ലുന്നവരുന്ന് കൈവയ്ക്കുക. ആവേശം പോയി. പ്രിയമുള്ളവരെ, ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചല്ലോ. മാർപ്പാപ്പ എപ്പോഴും പറയാറുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങള് തത്തകളെ പോലെ പ്രാർത്ഥിക്കരുത്. ഞാൻ ഇന്ന് എന്റെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. തത്തകളെ പോലെ പ്ലാ 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 എന്ന് പറഞ്ഞിട്ട് അല്ലെ, തത്ത അങ്ങനെ കിടന്ന് ചലച്ചുകൊണ്ടിരിക്കും. നമ്മുടെ പ്രാർത്ഥന എപ്പോഴും അതര വ്യായാമം പോലെയാണ്. പക്ഷെ നിങ്ങൾ ഹൃദയത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, ഹൃദയത്തിൽ തൊട്ടുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക. ദാറ്റ്സ് ഇമ്പോർട്ടന്റ് തിങ്. ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് ഈ പ്രാർത്ഥന. അങ്ങനെ ഹൃദയത്തിൽ തൊടണമെങ്കിൽ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ചെന്ന് പറയുമ്പോ നമ്മുടെ തൊണ്ടടറും. കാരണം ആ പീഡാനുഭവം ഞാൻ ധ്യാനിക്കുക, ആ പീഡാനുഭവം ഞാൻ ഉള്ളിനുള്ളിൽ കാണുക.
അവൻ സഹിച്ചത് എനിക്ക് വേണ്ടിയാ, അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടത് എനിക്ക് വേണ്ടിയാ, എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാ അവൻ ചാട്ടവാർ അടിയേറ്റത്, അവൻ കുരിശിലേറിയത്. ഇത് ധ്യാനിക്കുമ്പോ കണ്ണു നിറയും. പക്ഷേ പ്രിയമുള്ളവരെ, ഈ കരുണയെടുത്തിരുന്നാൾ ഒരുങ്ങുമ്പോ മാത്രമല്ല, ഇന്നു മുതൽ ഒരു ചെറിയ മാറ്റം. 10 മിനിറ്റ് സമയമുള്ളൂ. എന്തിനെ? ആ 10 മിനിറ്റ് സമയം കൊടുക്കുന്നത് നല്ല രീതിയിലൊന്ന് കൊടുത്തോടെ. എന്തായാലും നിങ്ങൾ ചെല്ലുന്നുണ്ട് അല്ലേ? ഇല്ലേ? കരുണയുടെ ജപമാല ചൊല്ലുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ഒന്ന് ആ പീഡാനുഭവം ധ്യാനിച്ചൊന്ന് ചൊല്ലി. എന്നിട്ട് നിങ്ങൾ കരുണയെ അപേക്ഷിച്ച് നോക്കിക്കേ. കർത്താവ് കരുണ കാണിക്കുന്ന സ്നേഹമുള്ളവരെ, നമ്മൾ പറഞ്ഞല്ലോ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായാൽ മതി. 10 മിനിറ്റ് ഉള്ളെങ്കിൽ ആ 10 മിനിറ്റ് പ്രഷ്യസ് ടൈം അത് ഈശോയ്ക്കൊന്ന് കൊടുക്കാൻ പറ്റൂ. ഒരുപാട് ഇപ്പൊ നിങ്ങള് ഒരു 100 പ്രാവശ്യം കരുണയുടെ ജപമാല ചൊല്ലി, പക്ഷെ കർത്താവിന്റെ പീഡാനുഭവം ഒന്നും ധ്യാനിച്ചില്ല. ചിന്തകൾ വേറെ ഏതോ ലോകത്താണ്. എന്നാ പ്രയോജനം? ടൈം വേസ്റ്റാണ്. വേസ്റ്റ് ടൈം അത്. അറിഞ്ഞില്ലെന്ന് വേണ്ട. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എന്താ ഞാൻ പറഞ്ഞത്? ഇന്നു മുതൽ ചെയ്യേണ്ടത് ഉച്ച കഴിഞ്ഞുള്ള 3 മണി സമയം വെറും 2 മിനിറ്റ് 2:59 പ്രിപ്പയർ ആവുക. 3 മണിക്ക് 1 മിനിറ്റ് സമയം ഈ ഷോർട്ട് പ്രയർ ചൊല്ലുക. ഈശോയുടെ അതിദാരുണമായ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ ഓ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഐ ട്രസ്റ്റ് ഇൻ യു. എന്നിട്ട് കരുണ വേണ്ടവരെ കൊടുക്കുക. ചെറിയ പ്രാർത്ഥന ബൈ ഹാർട്ട് പഠിക്കണേ. രണ്ടാമത്, നിങ്ങൾ ഒരു ദിവസം ഒരു കരുണയുടെ ജപമാലെങ്കിലും ചൊല്ലിയാൽ മതി. ആ 10 മിനിറ്റ് സമയം കർത്താവിന്റെ പീഡാനുഭവം ശരിക്കൊന്ന് ധ്യാനിക്കുക. ഇനി അതിന് പറ്റാത്തവരുണ്ടെങ്കിലേ ആ പീഡാനുഭവം മൊബൈലുണ്ടല്ലോ, പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ്, അതൊന്ന് കണ്ടിട്ട് ധ്യാനിക്കുക. എന്നിട്ട് അത് വെച്ചുകൊണ്ടൊന്ന് കരുണയുടെ ജപമാല ചൊല്ലി. മാറ്റം വരും സ്നേഹമുള്ളവരെ. നോക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും കരുണയുടെ ജപമാലയെ കുറിച്ച് അച്ഛന് പറയാനുള്ള ഒരു മിഷൻ, ഒരു ദൗത്യം ഈശോ തന്നെ ഫൗസ്റ്റീനോട് പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തി മരിക്കാൻ കിടന്നാൽ അത് നമ്മൾ കേട്ടാൽ നമുക്ക് ചെയ്യാൻ ഏറ്റവും വലിയ സുവിശേഷ സാക്ഷ്യം എന്താണെന്നറിയോ? ഓടിച്ചെന്ന് ആ മരിക്കുന്ന വ്യക്തിയുടെ അടുത്തിരുന്നിട്ട് കരുണയുടെ ജപമാല വെറുതെ ചൊല്ലിക്കൊണ്ടിരിക്കുക, പീഡാനുഭവം ധ്യാനിച്ച്. എത്ര പേര് ചെല്ലാറുണ്ട്? മരിക്കുന്ന നേരത്തല്ല, വേറെ പണി നോക്കട്ടെ, അല്ലെങ്കിൽ തന്നെ വീട്ടിലെ പണി കഴിയുന്നില്ല, ഞാൻ അവിടെ പോയിരുന്നു കരുണയുടെ ജപമാല. പ്രിയങ്ങളെ, നമുക്ക് ചെയ്യാവുന്ന സുവിശേഷ വേല ഇതൊക്കെ. ഈശോ പറയണേ, മരിക്കുന്ന വ്യക്തി എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും കൊടും പാപിയാണെങ്കിലും ആ മരിക്കുന്നറിഞ്ഞ് ഓടിച്ചെന്ന് ആ വ്യക്തിയുടെ അടുത്തിരുന്നുകൊണ്ട് നീ നിശബ്ദമായി കരുണ ജപമാല ചൊല്ലുമ്പോ അവിടെ മരിക്കുന്ന വ്യക്തിക്ക് മുമ്പില് നീതിയുടെ വിധിയാളനായിട്ടല്ല, കരുണയുടെ കർത്താവായിട്ട് ഞാൻ നിലയുറപ്പിക്കും. സുന്ദരല്ലേ? ഒരാത്മാവിന് സ്വർഗത്തിലേക്ക് അല്ലെ ചേർക്കാൻ അതിൽ വലിയ സുവിശേഷ വേല നമ്മൾ ഭൂമിയിൽ തന്നെയാണുള്ളത്. ആത്മാക്കളെ നേടുക എന്ന് പറഞ്ഞതൊക്കെയാണ് നമ്മൾ വലിയ കാര്യങ്ങളും ചെയ്യണ സ്ഥലങ്ങളെ. ഇന്നിപ്പോ അങ്ങനെയല്ലല്ലോ. വീട്ടില് ആരെങ്കിലും മരിക്കാൻ കിടന്നാല്, പണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, ചെയ്തിട്ടുണ്ടോന്നറിയില്ല, മരിക്കാൻ കിടക്കുമ്പോ, എന്റെ അമ്മായി മരിക്കാൻ കിടക്കുന്ന സമയത്ത് മൂത്തമ്മായിമാരൊക്കെ വന്നിട്ട്, ഞാന് വേറെ സ്ഥലത്തുനിന്ന് കോട്ടയെന്ന് ധ്യാനത്തിന് പോണ വഴിക്ക് തിരിച്ചു വന്നത്, അവിടെ ചുവട്ടിലിരുന്നിട്ട് ഈശോ മറിയോസേപ്പ് ഈ ആത്മാവിനോട് കരുണ തോന്നണമേ, ഈശോ മറിയോസേപ്പ് ഈ ആത്മാവിനോട് ചെല്ലാറുണ്ടാ? അങ്ങനെ ചെല്ലിയിരുന്നൊരു കാലഘട്ടത്തിൽ ചെല്ലിയൊരൊന്ന് കൈവക്കിയേ. എന്നിട്ട് എന്തേ ഇപ്പൊ ചെല്ലാൻ പറ്റാത്തേ? ഇന്നിപ്പോ അങ്ങനെയല്ല, തിരക്കല്ലേ. മരിക്കുമ്പോ അവിടെ ശ്വാസം വലിച്ചു കിടക്കുമ്പോ, ഹലോ അപ്പം പോവാറായിട്ടോ, നീ ആ നടയിലാകൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യും, ആൽമാരൊക്കെ അപ്പുറത്തേക്ക് മാറ്റിയിട്ട് നമ്മൾ അറേഞ്ച്മെന്റ് നടത്തുക. സ്റ്റോപ്പ് ഇറ്റ്. മരിക്കുന്ന സമയം നീ ഒന്ന് കൂടെ ഇരുന്നുകൊണ്ട് കരുണയുടെ ജപമാല ചൊല്ലി. ആത്മാവ് എത്ര സന്തോഷമായിട്ട് പോകുന്നറിയോ? എവിടേക്കാ? തമ്പുരാന്റെ സന്നിധിയിലേക്ക്. ഏത് കൊടും പാപിയാണെങ്കിലും അവന് സ്വർഗത്തിലേക്ക് കയറ്റാൻ ദൈവം ഈശോ കാണിച്ചെന്ന എളുപ്പമാർഗല്ലേ, ഒന്ന് ഉപയോഗിച്ചുകൂടെ? അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നു മുതൽ കരുണയുടെ ജപമാല നീ ഒന്ന് ചൊല്ലാൻ ആരംഭിക്കേ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. 3, എത്ര പേരുടെ വീട്ടിൽ കരുണയുടെ ഛായാചിത്രമുണ്ട്? നിങ്ങളുടെ വീട്ടിലുള്ള പലതും ഒറിജിനലല്ല. ഒറിജിനൽ ഇവിടെ ഉണ്ടോന്നറിയില്ല, ഇവിടെ കുറെ രൂപ ഇരിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. ആ ഛായാചിത്രത്തിൽ വന്ന് ചെന്നിട്ട് ഒന്ന് വെറുതെ കോറി നോക്കണം, വര വീഴുമെന്ന് പറഞ്ഞു. മനസ്സിലായ? ഒരിടത്ത് ഒരു നാൾ വെച്ചതാണ്, പിന്നെ അത് തൊട്ടുനോക്കിയിട്ടുണ്ടാവില്ല. ഞാൻ വെഞ്ചിരിപ്പിനൊക്കെ വീട്ടിലേക്ക് പോണ അച്ഛനാ. ആ കരുണയുടെ ഛായാചിത്രം വെച്ചോണ്ടൊന്നും ആയിട്ടില്ല കേട്ടാ. കരുണയുടെ ഛായാചിത്രം വെഞ്ചരിച്ചു വെച്ചു, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണില്ല. നീ അവിടെ ഉണ്ടല്ലേ, ശരി, സെറ്റപ്പായിട്ടിരിക്കട്ടാ, പൊടിക്കണ്ടല്ലേ, സമയമില്ല. പ്രിയമുള്ളവരെ, പൂജ്യമായിട്ട് അതിനെ കരുതണം. ഈശോ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
കരുണയുടെ ഛായാചിത്രം വെച്ചോണ്ട് നിന്റെ വീട്ടിലേക്ക് കരുണയും കൃപയും ഒന്നും ഒഴുകില്ല. മറിച്ച് നമ്മുടെ വിലപ്പെട്ട സ്വർണം എവിടെയെങ്കിലാണോ വെക്കുക? നിങ്ങൾക്ക് വിലപ്പെട്ട സ്വർണം എവിടെയെങ്കിലും വെച്ചു, എന്തെങ്കിലും കാലത്താണോ നോക്കുക? പിന്നെന്താ? ഒരു ദിവസം എത്ര നേരം നോക്കും? ചിരിച്ചിട്ട് കാര്യമില്ല. ജാൻസിജിയെ, വിലപ്പെട്ട സ്വർണം നീ അൽമാരിയിൽ വെച്ചു, ഒരു ദിവസം എത്ര നേരം നോക്കും? നമ്മുടെ സമാധാനക്കേടാ അതവിടെ ഉണ്ടാവോ? അതെവിടെ ഉണ്ടാവോ? എത്ര അതിന് വിലയുണ്ട്. ഇതുപോലെ നീ ഛായാചിത്രം വെച്ചിട്ടൊന്ന് പൂജിച്ച് വെഞ്ചരിച്ച് നീ വെച്ചേ, എല്ലാ ദിവസവും ഒരു പുഷ്പം എടുത്തൊന്ന് വെച്ചേ, അത് പൊടി വരുമ്പോ ഒന്ന് തുടച്ചു വെച്ചേ, പൂജ്യമായിട്ട് അതിനെ സ്ഥാപിക്കണം എന്ന് പറയുമ്പോ ഇങ്ങനെയൊക്കെ അർത്ഥാക്കണത് എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ എന്തുണ്ട്? കരുണയുടെ ഛായാചിത്രം ഉണ്ട്. നല്ല തന്നെയാണ്. ഇന്ന് പോയിട്ട് ചെയ്യേണ്ട ആദ്യ പടി എന്താണ്? അതിനെ വൃത്തിയാക്കി പവിത്രയോടുകൂടി എപ്പോഴും അത് ലൈവായിട്ട് തോന്നണം. ഞാൻ ചില വീടുകൾ കണ്ടിട്ടുണ്ട്, ചില വീടുകളിലും ചില അച്ഛന്മാരുടെ അടുത്ത് കണ്ടിട്ടുണ്ട്. മേശമോ, അതായത് രൂപം വെച്ചു ഫ്രഷ് പൂവാന്നുണ്ടാവും, അതിന് വെള്ളം ഉണ്ടാകും, ജീവനുണ്ടാകും, ചെടിയാവും ചിലപ്പോ. പ്രിയമുള്ളവരെ, ഇങ്ങനെ പൂജ്യമായിട്ട് കർത്താവിന്റെ കരുണയുടെ രൂപം നിനക്ക് ആരാധിക്കാനും വണങ്ങാനും പറ്റുമോ? അവിടെ കൃപയുണ്ട്. ആ കുടുംബം കരുണയാൽ സമൃദ്ധമാണ്. അല്ലെങ്കിൽ ഒരു നാൾ വെച്ചു പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. അടുത്ത ജൂൺ വരുമ്പോ അച്ഛൻ ഒന്നിച്ചു വെഞ്ചിച്ചു ഹോൾസെയിലായിട്ട്, ഒരു കാര്യമില്ല കേട്ടോ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തതായിട്ട് കരുണയുടെ നൊവേനെ കുറിച്ച് കേട്ടിട്ടുള്ളവരെന്ന് കൈപൊക്കിയേ. കരുണയുടെ നൊവേന കേട്ടിട്ടുള്ളവർ ഇത്ര പേരാണല്ലോ, ബാക്കിയുള്ളവർ കേൾക്കാത്തവരാണ്. ഇനി അത് ചൊല്ലുന്നവരൊന്ന് കൈപൊക്കിയേ. അപ്പൊ നമ്പർ വീണ്ടും കുറഞ്ഞു. പ്രിയമുള്ളവരെ, കർത്താവിന്റെ കരുണ ഒഴുകുന്ന അടുത്ത സ്റ്റെപ്പാണ്. എന്നാണ് കരുണയുടെ നൊവേന ചൊല്ലേണ്ടത്? ദുഃഖ വെള്ളിയാഴ്ച മുതലാണ് കരുണയുടെ നൊവേന ആരംഭിക്കുന്നത്. എന്ന് വരെ പുതുഞായറിന്റെ തലേന്ന് ശനിയാഴ്ച വരെ, ഞായറാഴ്ച സാഘോഷം തിരുനാൾ ആഘോഷിക്കണം. ഞാന് ഈ ബോധ്യം കിട്ടിയ അന്ന് മുതലേ ഞാൻ ഈ തിരുനാൾ ആഘോഷിക്കുന്നു. എന്റെ ഇടവപ്പള്ളിയിലും ഈ തിരുനാൾ അടുത്ത ഞായറാഴ്ച ആഘോഷിക്കുന്നു. നൊവേനകള് അതെല്ലാ ദിവസവും കാലത്ത് കുർബാനിക്കുമ്പോൾ അത് നടന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഈ നൊവേന ചൊല്ലാം. അതിലൂടെയും ഈശോ സമൃദ്ധമായിട്ട് കരുണ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ഈ കരുണയുടെ നൊവേന എത്ര പേരുടെ കയ്യിലുണ്ട് എനിക്കറിയില്ല. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുക. ഇന്ന് യൂട്യൂബിലൊക്കെ അത് അവൈലബിൾ ആണ്, ആ കരുണയുടെ നൊവേന. ഇനി അത് ദുഃഖവെള്ളി മുതലേ പുതുഞായറിന് തലേന്ന് മാത്രമല്ല, നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന സമയങ്ങളിലൊക്കെ ഈ നൊവേന ആരംഭിക്കാം. ഈശോ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സൗകര്യപ്പെടുന്ന സമയം. പക്ഷെ കണ്ടീഷൻ ഉണ്ട്. എന്താണെന്നറിയോ? ഒന്ന്, ഇതൊക്കെ ചെയ്യുമ്പോ കുമ്പസാരിച്ച് ഒരുങ്ങിയിരിക്കണം. പാപാവസ്ഥയിൽ ഒരു കരുണയും കിട്ടില്ല. ഈശോയെ കൂടുതൽ വേദനിപ്പിക്കാൻ നീ ചെയ്യുള്ളൂ. രണ്ട്, യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചിരിക്കണം. എന്നിട്ട് ഈ നൊവേനയ്ക്ക് നീ തയ്യാറാകണം. പറഞ്ഞ ഹല്ലേലൂയ. ഈ നൊവേന ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വിശുദ്ധ കുർബാനയ്ക്ക് പോയി കുമ്പസാരിച്ചൊരുങ്ങി യോഗ്യതയോടുകൂടി ഈശോയെ സ്വീകരിക്കണം. പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ അതിന്റെ അവസാനത്തെയാണ് കരുണയുടെ തിരുനാൾ ആഘോഷിക്കുക. അതിപ്പോ നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യം അല്ലേ? വികാരിച്ചമാര് കനിയണം. ഞാൻ ഒരിടവകയില് ഈ തിരുനാൾ ആഘോഷിക്കാനായിട്ട് ആഘോഷിച്ചു. അപ്പൊ ഒരു ചേട്ടൻ, ഓരോ അച്ഛന്മാര് വന്നിട്ട് ഇങ്ങനെ ഓരോ തിരുനാൾ ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു, ചേട്ടന് വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഇതിന്റെ കാര്യത്തിൽ ഞാനാണ് തീരുമാനം എടുക്കുക, ചേട്ടന് വേണമെങ്കിൽ ചേട്ടൻ ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞു. ചിലർക്ക് ബോധ്യമില്ലാത്തതുണ്ടോ പാവങ്ങള്. അതുകൊണ്ട് കരുണയുടെ തിരുനാളിനെ കുറിച്ച് നിങ്ങൾ നടത്താനും ആഗ്രഹിച്ചാലും വികാരിച്ച് സമ്മതിക്കണ്ടേ, വേണ്ടേ? അതുകൊണ്ട് അത് വിട്ടേക്ക്. ബാക്കി 4 കാര്യങ്ങളും ചെയ്തോടെ. ഏതാണ് 4 കാര്യങ്ങള്? ഒന്ന്, കരുണയുടെ ഛായാചിത്രം പൂജ്യമായി വീട്ടിൽ സ്ഥാപിക്കുക മാത്രമല്ല, എല്ലാ ദിവസവും അതിന് മുമ്പിൽ പ്രാർത്ഥിക്കുക. അതൊന്ന് തുടച്ച് വൃത്തിയാക്കുക. ഇപ്പോഴൊരു ഫ്രഷ് പൂ അവിടെ ഉണ്ടായിരിക്കട്ടെ. 2, കരുണയുടെ മണിക്കൂർ ഉച്ചതിരിഞ്ഞ് 3 മണി വരെ, 3 മണി ആ സമയം കരുണയുടെ മണിക്കൂറാണ്, കരുണ ഒഴുകുന്ന സമയം. അത് നിങ്ങൾ ഒരുങ്ങി ആ മണിക്കൂറിന് തയ്യാറാകുന്നവരൊന്ന് കൈവയ്ക്കുക. ഈ പ്രസംഗം പറഞ്ഞിട്ട് വല്ലതും ഹൃദയത്തിൽ കൊണ്ടാൽ ചെയ്താൽ ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇങ്ങനെ അവിടെ വെച്ച് നിർത്താൻ ആരാധനയ്ക്കാണെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ ഇന്ന് മുതൽ ഒന്ന് ചെയ്യുന്നേ. വെറും 2 മിനിറ്റ്, വെറും 2 മിനിറ്റ്. 24 മണിക്കൂർ വെറും 2 മിനിറ്റ് ആണ് ഇതിന് വേണ്ടോ. 3, കരുണയുടെ ജപമാല കർത്താവിന്റെ പീഡാനുഭവം ധ്യാനിച്ചുകൊണ്ട് നീ ചൊല്ലാൻ തുടങ്ങുക. ഇന്നലെ വരെ ചൊല്ലിയതുപോലെയല്ല. ഇന്നലെ വരെ ചൊല്ലിയതുപോലെ ചൊല്ലിയിട്ട് വല്ല അനുഭവം കിട്ടിയിട്ടുണ്ടാ? ഒന്നും കിട്ടില്ല. പക്ഷെ ഇതുപോലെ ഒന്ന് ചൊല്ലിയേ, ഒരുങ്ങി കുമ്പസാരിച്ച് കർത്താവിന്റെ പീഡാനുഭവം ധ്യാനിച്ച്
അങ്ങനെ ധ്യാനിക്കുമ്പോ കരുണയുടെ നോവേന 10 മിനിറ്റ് കൊണ്ട് കഴിയില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം അതിനിടയിൽ നമ്മൾ തേങ്ങല് വരും, വിതുമ്പല് വരും, പ്രാർത്ഥന കട്ട് ഓഫ് ആകും. കാരണം ഈശോ എനിക്ക് വേണ്ടിയാണല്ലോ മരിച്ചതെന്ന ആ വലിയ ചിന്ത, ബോധ്യം അതിനെ പിടിമുറുക്കുമ്പോ പിന്നെ പ്രാർത്ഥനകൾ മുന്നോട്ട് പോവില്ല, അവിടെ കുടുങ്ങിക്കിടക്കും. അസീസിയിലെ ഫ്രാൻസിസ് ഇങ്ങനെ പ്രാർത്ഥിക്കും, അവർ ഫാദർ ഇൻ ഹെവൻ, സ്വർഗസ്ഥനായ പിതാവേ എന്ന് കഴിഞ്ഞു. ബാക്കി കൂടെയുള്ള സഹപ്രവർത്തകരൊക്കെ അംഗങ്ങളൊക്കെ അത് പൂർത്തിയാക്കി കൊന്തയും കഴിഞ്ഞ് ഉട്രൂമില് ഭക്ഷണം കഴിക്കുമ്പോഴും അസീസിലെ ഫ്രാൻസിസ് അവർ ഫാദർ ഇൻ ഹെവൻ, സ്വർഗസ്ഥനായ പിതാവേ, അതില് ധ്യാനാത്മകനായി ധ്യാനിച്ചിരിക്കുക. ആ പിതാവിന്റെ കരുണ, സ്നേഹം ഇത് ധ്യാനിച്ച് ഫ്രാൻസിസ് അങ്ങനെ പോകും. പിന്നെ അപ്പുറത്തോളം വന്നിട്ട് കൊട്ടി വിളിച്ചിട്ടാണ് അവൻ വീണ്ടും യാഥാർത്ഥ്യത്തിലേക്ക് വരിക. കേട്ടിട്ടുണ്ട് അതൊക്കെ? ഇതുപോലെ ആയിരിക്കും ഒരുങ്ങി പീഡാനുഭവം ധ്യാനിച്ച് കരുണയുടെ ജപമാല ചൊല്ലുമ്പോ. കാരണം അവിടെ കർത്താവിന്റെ കരുണ നിനക്കും കിട്ടും, കുടുംബത്തിനും കിട്ടും, നീ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും കിട്ടും. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരുണയുടെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുക. ഇത് നൊവേന ചൊല്ലുന്ന ആളുകളാണ്. എത്രയോ പേരാ ഇതുപോലെ കരുണയുടെ മിനിസ്റ്റർ ചെയ്യുന്ന ഒരുപാട് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലെ ഒരു അംഗം കൂടിയാണ്. എനിക്കറിയാം ഓരോ ദിവസവും രാജ്യത്തിന് വേണ്ടി ചൊല്ലുന്നവരുടെ എണ്ണം അതിലറിയാം. ജില്ലയ്ക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി ഓരോ ദിവസവും ഓരോ നിയോഗങ്ങള്. പ്രിയമുള്ളവരെ, കരുണയുടെ ഈ നോവേന നിങ്ങളും തുടങ്ങണേ. കർത്താവിന്റെ കരുണയൊഴുകുന്ന അവസാനത്തെ ചാൻസ് ആണിത്. ഇനി ഇതൊന്നും നമ്മൾ ചെയ്തില്ലെങ്കിൽ ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ കരുണയുടെ മണിക്കൂർ, കരുണയുടെ കവാടത്തിലൂടെ കടക്കേണ്ട സമയമാണ്. അങ്ങനെ നിങ്ങൾ കടക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ കർത്താവിന്റെ നീതിയുടെ കവാടത്തിലൂടെ ഞാനും നിങ്ങളും പോകേണ്ടി വരും. അതെന്താണ്? നീതിയുടെ കവാടം അത്ര എളുപ്പമുള്ളതല്ല. ഇപ്പൊ ജൂബിലി വർഷമാണ് അല്ലെ, കരുണയുടെ കാലഘട്ടമാണ്. തിരുസഭ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് രൂപതയില്, തൃശ്ശൂർ രൂപതയിലാണെങ്കിൽ കുമ്പസാരിച്ചൊരുങ്ങി പ്രാർത്ഥിച്ച്, മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം പ്രാർത്ഥിച്ച്, ഏതൊക്കെ പള്ളികളാ? പാലയൂര്, ബസലിക്ക, ലൂർദ് പള്ളിയില് ആ കവാടം കടന്ന് പ്രാർത്ഥിച്ചാൽ നിനക്ക് ദണ്ഡവിമോചനമുണ്ട്. ഇതൊക്കെ കരുണ കിട്ടുന്ന സമയങ്ങളാ സ്നേഹമുള്ളവര്. അതിനാല് ഈ തിരുനാളിൽ ഒരുങ്ങുമ്പോ കരുണയെ, ആ ജീവിതം ജീവിച്ചു തീർത്തുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ കടന്നുപോയെങ്കിലേ പ്രിയമുള്ളവരെ നമുക്കും ജീവിക്കാൻ പറ്റും. എളിയവരിലെ എളിയവനായി, എളിയവരിൽ ഈശോയുടെ മുഖം കണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ മിനിഞ്ഞാന്ന് വ്യാഴാഴ്ച ഫ്രാൻസിസ് മാർപ്പാപ്പ ജയില് സന്ദർശിച്ചു. അങ്ങനെ സന്ദർശിക്കാറുണ്ടല്ലോ പസ വ്യാഴാഴ്ച. ഇപ്രാവശ്യം പറ്റാത്തതുകൊണ്ട് സ്ത്രീകളെ കാല കഴിയുക, അവരെ ഉയർത്തിരുത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ വീൽ ചെയറിൽ. ഇപ്പോഴും ജയില് സന്ദർശിച്ച് തിരിച്ചു വരുമ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നോട് തന്നെ പറയും, എന്തുകൊണ്ട് ഞാൻ ഈ ജയിലിനകത്ത് അകപ്പെട്ടില്ല? അവർ അവിടെ കിടക്കുമ്പോഴും എന്തുകൊണ്ട് ഞാൻ അവരുടെ കൂടെ കിടന്നില്ല? എന്തിനർത്ഥം? അവരിലും ഫ്രാൻസിസ് പോപ്പ് കണ്ടത് സ്വന്തം മുഖമാണ്. അപ്പൊ അവരിലും സ്വന്തം മുഖം കണ്ടു. പ്രിയമുള്ളവരെ, ഇത്രയും ജീവിക്കാമെങ്കിൽ ഇത് എനിക്കും നിങ്ങൾക്കും മുമ്പിലുള്ള ഒരു സാധ്യതയാണ്. ഞാനിത് പ്രഘോഷിക്കുമ്പോഴും ഞാൻ ജീവിക്കാൻ പരിശ്രമിക്കണം, ഇല്ലെങ്കിൽ എന്റെ പ്രഘോഷങ്ങൾക്ക് അർത്ഥമില്ല. അതിനാൽ പ്രിയമുള്ളവരെ, ഒരു നിമിഷം കൈകൾ കൂപ്പി നമുക്ക് കണ്ണുകൾ അടച്ച്. ഫൗസ്റ്റീന, കരുണയുടെ അപ്പസ്തോല, വെറും 33 വർഷം. ഈ അടുത്ത നാളുകളില് ഞാൻ കുമ്പസാരത്തിന് അണഞ്ഞപ്പോൾ ഞാൻ എന്റെ കുറച്ച് സാധ്യതകൾ പറഞ്ഞു, ആരോഗ്യത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ എന്നെ കേട്ട കുമ്പസാരക്കാരനിലൂടെ ഈശോനോട് പറഞ്ഞെങ്ങനെയാ, ഒന്നുകിൽ അച്ഛന്റെ ആരോഗ്യം ശ്രദ്ധിക്കാം, അപ്പോൾ മിനിസ്ട്രി ഉപേക്ഷിക്കേണ്ടി വരും. അല്ലെങ്കിൽ അച്ഛന്റെ മിനിസ്ട്രി ശ്രദ്ധിക്കാം, അപ്പൊ ആരോഗ്യം ഉപേക്ഷിക്കേണ്ടി വരും. ഇത് അച്ഛനാണ് തീരുമാനം എടുക്കേണ്ടത്. കുമ്പസാരക്കൂട്ടിൽ നിന്നുകൊണ്ട് ഞാൻ അത് എന്നോട് ഈശോ പറയുന്ന പോലെയാ ഞാൻ മനസ്സിലാക്കിയത്. ഒന്നുകിൽ ആരോഗ്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ അച്ഛന്റെ മിനിസ്ട്രി, സുവിശേഷ വേല ഉപേക്ഷിക്കേണ്ടി വരും. അച്ഛൻ സുവിശേഷ വേലയിലാണ് ശ്രദ്ധിക്കുന്നെങ്കിൽ അച്ഛന് ആരോഗ്യം ഉപേക്ഷിക്കേണ്ടി വരും. എന്നിട്ട് കൂട്ടിച്ചേർത്തു, വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിലെ ആയുസ് കുറവായിരുന്നു, അവർ ഈശോയ്ക്ക് വേണ്ടി സുവിശേഷം ജീവിച്ചു തീർത്തു. അതേ പ്രിയമുള്ളവരെ, കരുണയുടെ അപ്പസ്തോല വിശുദ്ധ ഫൗസ്റ്റീന വെറും 33 വർഷമാണ് അവൾ ഈ ഭൂമിയിൽ ജീവിച്ചത്. അവളിലൂടെയാണ് കരുണയുടെ ജപമാലയും, കരുണയുടെ ഛായാചിത്രവും, കരുണയുടെ മണിക്കൂറും, കരുണയുടെ നൊവേനയും, കരുണയുടെ തിരുനാളും ഒക്കെ ഈശോ ലോകത്തിന് നൽകിയത്. ഈശോയുടെ കരുണയൊഴുക്കുന്ന അവസാനത്തെ അവസരം പോലെ ഈശോ അത് നമുക്ക് നൽകി. അതേ പ്രിയമുള്ളവരെ, ആ കരുണ കാണിച്ചു തന്ന, ജീവിതം കൊണ്ട് കാണിച്ചു തന്ന നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ, എവിടെയും ജനഹൃദയങ്ങളിലെ ആ പാപ്പയ്ക്ക് ഇടമുണ്ടായിരുന്നു. ഏതു മതസ്ഥരുടെ ഇടയിലും പാപ്പായ്ക്ക് ഇടമുണ്ടായിരുന്നു. ആ പാപ്പായെ കുറിച്ച് പറയാൻ ഇന്ന് ലോകത്തിന് വാക്കുകളില്ല. അത്രയും ലാളിത്യവും
എളിമയും സ്നേഹവും. കാരണം ഓരോ മനുഷ്യനിലും പാപ്പ ഈശോയുടെ മുഖം കണ്ടു. ഓരോ മനുഷ്യരിലും പാപ്പായുടെ മുഖം കണ്ടു. എന്നിട്ട് പാപ്പ തന്നെ പോലെ സ്നേഹിക്കുന്ന പോലെ അവരെ സ്നേഹിക്കാൻ തുടങ്ങി. അഭയാർത്ഥികളെ, രോഗികളെ, സമൂഹം വിലക്കേർപ്പെടുത്തിയവരെ ഒക്കെ പാപ്പ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. ജയിലിലെ കുറ്റം ചെയ്തവരെ. എന്നിട്ട് പാപ്പ പറയാ, അവരുടെ ഇടയിൽ ഞാനില്ലല്ലോ. പാപ്പ അവരിലും പാപ്പായുടെ മുഖം കാണുന്നു. നമുക്കും ഈ കരുണയുള്ള മുഖം, ഈശോയുടെ മുഖം നമുക്ക് സ്വന്തമാക്കാം. എൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണം. സ്നേഹമുണ്ടെങ്കിലാ ഈ കരുണയുള്ളൂ. മനുഷ്യനെ മനുഷ്യനായി കാണാൻ തുടങ്ങുന്നിടത്താ ഈ കരുണ കാണിക്കാൻ പറ്റുള്ളൂ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുടെ തിരുനാൾ ഒരുങ്ങുകയാണല്ലോ. നമ്മുടെ ജീവിതവും കരുണയ്ക്കായിട്ട്, കരുണ വിളമ്പാൻ വിളിക്കപ്പെട്ട ജീവിതമാണ്. ഈശോ എന്തുകൊണ്ട് കരുണ കാണിക്കുന്നു? ഒന്ന്, അനുതാപത്തിലേക്ക് ഞാൻ നിങ്ങളും വരാൻ ഈശോ എന്നോട് കരുണ കാണിക്കും. രണ്ട്, ഈശോ എന്നോട് കരുണ കാണിച്ചതുപോലെ ഞാൻ ഈ കരുണ എൻ്റെ സഹോദരങ്ങൾക്ക് വിളമ്പി കൊടുക്കാൻ ഈശോ എന്നോട് കരുണ കാണിക്കും. നമുക്ക് രണ്ട് ബോധ്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ തിരുനാളിൽ ഒരുങ്ങാം. നമ്മുടെ ജീവിതം കരുണയാൽ നിറകുടമാകട്ടെ. അർഹിക്കാത്തത് സ്വീകരിക്കലാണ് കരുണ. ആരാധനയുടെ മുൻപിലേക്ക് കടക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്കും ചിന്തിക്കാം, എത്ര കൊടും പാപം ചെയ്തിട്ടും അർഹതയില്ലാത്ത കൃപാസമൃദ്ധിയാൽ ദൈവനെ പൊതിഞ്ഞ് സൂക്ഷിച്ചില്ലേ? നമ്മുടെ പാപങ്ങൾക്ക് മറയായി അവൻ നിന്നു തന്നില്ലേ? ഈശോയുടെ കരുണ ഒന്നുകൊണ്ട് മാത്രമാ. ഇനി കർത്താവ് തന്റെ കരുണ പിൻവലിക്കുന്ന ഒരു സമയമുണ്ട്. അവിടെ കർത്താവ് തന്റെ നീതി നടപ്പാകും. ജീവിതത്തിൽ ഓരോ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം കർത്താവ് നൽകും. അതേ പ്രിയമുള്ളവരെ, ഇത് കരുണയുടെ മണിക്കൂർ. ഇത് കരുണയുടെ മണിക്കൂർ. മരണം വരെയേ ഉള്ളൂ കർത്താവിന്റെ കരുണ. അത് കഴിഞ്ഞാൽ കർത്താവിന്റെ നീതിയാണ് നടപ്പാക്കുക. ഈ ബോധ്യങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ കരുണയുടെ തിരുനാളിന് നമുക്കൊരിക്കൽ കൂടി നമ്മെ തന്നെ ഒരുക്കാം. കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചുകൊണ്ട് ഒരു നിമിഷം ശാന്തതയിൽ വരികളോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, കരുണ തോന്നണേ എന്ന് എൻ്റെ ജീവിതത്തിന്റെ മേൽ, എൻ്റെ കുടുംബത്തിന്റെ മേൽ, ഞാനുമായി ബന്ധപ്പെട്ട എല്ലായിടങ്ങളോടും ഈശോയെ കരുണ തോന്നണേ എന്ന് കൈകൾ യാചനാരൂപത്തിൽ പിടിച്ചുകൊണ്ട് ആ ഒരു നിലവിളി, അന്ധയാചകരുടെ നിലവിളി, കർത്താവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. വരികളോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ കരുണ പ്രഘോഷിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. ഫൗസ്റ്റിനോട് ഈശോ പറഞ്ഞു ഇപ്രകാരമാണ്, എന്റെ കരുണയെ പ്രഘോഷിക്കുന്ന ഓരോരുത്തരിലും ഞാൻ എന്റെ കരുണ വർഷിക്കും. അത് വൈദികരാണെങ്കിൽ പോലും ആരാണെങ്കിലും എന്റെ കരുണയെ പ്രഘോഷിക്കുന്നവരുടെ ഇടയിൽ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരിക്കും, കരുണയുള്ളവനായിട്ട്. അവന്റെ മരണസമയത്ത് ഞാൻ കരുണയോടെ അവന്റെ കൂടെ ഉണ്ടായിരിക്കും. അതെ, എന്റെയും നിങ്ങളുടെയും ദൗത്യം ഈ കരുണ പ്രഘോഷിക്കലാണ്. വാക്കുകൊണ്ട്, അതിലുപരി ജീവിതം കൊണ്ട് പോപ്പ് ഫ്രാൻസിസിനെ പോലെ നമുക്കും കരുണയ പ്രഘോഷിക്കാൻ കൃപ നൽകണേ എന്ന പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി വരികളോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മളെ വേദനിപ്പിച്ചവരെന്ന് ഓർത്തെ, അപ്രതീക്ഷിതമായിട്ട് നമുക്ക് വേദന സമ്മാനിച്ചവര്,
എനിക്ക് മനസ്സുകൊണ്ട് ഇഷ്ടമില്ലാത്തവര്, നീ ഈശോ പറയേ, നീ അവരോടും കരുണ കാണിക്കണം. എങ്കിലേ എന്റെ കരുണ സമൃദ്ധമായിട്ട് നിനക്കും ഞാൻ നൽകത്തുള്ളൂ. കരുണ കാണിക്കാൻ വിളിക്കപ്പെട്ട ജീവിതമാ നമ്മുടേത്. കരുണയുടെ പാഠപുസ്തകമായിട്ട് മാറട്ടെ എന്റെ ജീവിതം. ഈശോയെ, എന്നെ വേദനിപ്പിച്ചവരുടെ മേലും കരുണ തോന്നണേ എന്ന പ്രാർത്ഥനയുടെ വരികൾ ആവർത്തിക്കുന്നു. ഈ കരുണയുടെ തിരുനാളിനൊരുങ്ങുമ്പോ ഈശോ ഓർമ്മപ്പെടുത്തുന്ന ഫൗസ്റ്റീനയിലൂടെ ലോകത്തോട് ഓർമ്മപ്പെടുത്തിയ 5 കാര്യങ്ങള്. 1, കരുണയുടെ ഛായാചിത്രം. അതിനെ ജീവൻ വെപ്പിക്കണം. എന്നും അതിനെ പൂജ്യമായിട്ട് കരുതണം. പുഷ്പങ്ങളാൽ അലങ്കരിക്കണം. ആ രൂപം വൃത്തിയോടെ സൂക്ഷിക്കണം. പ്രാർത്ഥിക്കുവാൻ അതിനു മുമ്പിൽ നീ ആയിരിക്കണം. അതിവിടേക്ക് കടന്നു വരണം. 2, ഉച്ചതിരിഞ്ഞുള്ള സമയം, കരുണയുടെ മണിക്കൂർ. കർത്താവിന്റെ പീഡാനുഭവം ധ്യാനിച്ചുകൊണ്ട് ആർക്കൊക്കെ വേണോ കരുണ വേണോ, ഏത് കുടുംബത്തിന് വ്യക്തികൾക്കും കരുണ വേണോ, അവരെയൊക്കെ ഈശോയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു കൊച്ചു പ്രാർത്ഥന നീ ചൊല്ലി പ്രാർത്ഥിക്കുക. ഈശോ കരുണ ഒഴുക്കുന്ന സമയം. 3-ാമതായിട്ട് കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. എങ്ങനെയെങ്കിലും തീർക്കുന്ന പ്രാർത്ഥനയല്ല, ഹൃദയം കൊണ്ട് ചൊല്ലാൻ പറ്റണം. ഫ്രാൻസിസ് മാർപ്പ പറയുക, തത്തകളെ പോലെ പ്രാർത്ഥിക്കരുത്. അവരെപ്പോഴും ചലിച്ചുകൊണ്ട് ശബ്ദം വെച്ചുകൊണ്ടിരിക്കും. ഒരു അതര വ്യായാമമല്ല നമ്മുടെ പ്രാർത്ഥന. ഹൃദയത്തോട് സംസാരിക്കുന്ന ശൈലി, ഞാൻ ദൈവത്തോട് സംഭാഷണം നടത്തുന്ന രീതിയാ പ്രാർത്ഥന. അതിനാലേ ഇനി മുതൽ കരുണയുടെ ജപമാല ചൊല്ലുമ്പോ കർത്താവിന്റെ പീഡാനുഭവം ആഴമായിട്ട് ധ്യാനിക്കുക. ആ 10 മിനിറ്റ് സമയം, അതിനുശേഷം ആഴമായ ധ്യാനത്തിനിടയിലെ കരുണയുടെ ജപമാല നീ ചൊല്ലാൻ പഠിക്കുക. ഈശോ കരുണ ഒഴുക്കും. 4, കരുണയുടെ നൊവേന നീ ആരംഭിക്കണം. ദുഃഖവെള്ളി മുതൽ പുതുഞായർ വരെയാണെങ്കിലും നിനക്ക് സൗകര്യമുള്ള സമയം തിരഞ്ഞെടുത്തുകൊണ്ട് അതിനായി കുമ്പസാരിച്ചൊരുങ്ങി വിശുദ്ധ സ്വീകരിച്ച് ആ നൊവേന ദിവസങ്ങളിൽ ഈശോയെ ഉൾക്കൊണ്ട് നീ കരുണയുടെ നൊവേന നീ ആരംഭിക്കുക. ഈശോ കരുണ കാണിക്കും. 5, കരുണയുടെ തിരുനാൾ, പുതു ഞായറാഴ്ച സാഘോഷം കൊണ്ടാടുക. ദൈവമക്കളെ, ഒരിക്കൽ കൂടി കരുണയായിരിക്കണം എന്നൊരു പ്രാർത്ഥനയോടെ നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. കൈകൾ ഒരിക്കൽ കൂടി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട്, അപ്പന്റെ മുൻപിലാ ഒരു യോഗ്യതയുമില്ലാത്ത, കരുണയ്ക്കൊരു അർഹതയില്ലാത്ത പാപിയായിട്ട് ഞാൻ മുട്ടുകുത്തുന്നത്. അപ്പായെ, എന്നോട് കരുണ കാണിക്കണേ. അരികളോട് ചേർന്ന് ഒരിക്കൽ കൂടി കരുണാമയ കനിയണമേ, ദൈവപിതാവേ കനിയണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളെ കരുണയായിരിക്കണമേ. നമുക്ക് നമ്മെ തന്നെ കുരിശ് വരച്ച് മുദ്ര വയ്ക്കാം. കുരിശ് വരച്ച് നമ്മെ തന്നെ മുദ്ര വയ്ക്കുന്ന എന്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈശോ മിശിഹാ